ജീവിതത്തിൽ പലർക്കും പല പ്രയാസങ്ങളും ദുരിതങ്ങളും എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് കണക്കാക്കി വെച്ചിട്ടുണ്ടാവും. അതിലൊക്കെ ക്ഷമിക്കുക. ഫസബറുൻ ജമീലും, നന്നായി അങ്ങ് ക്ഷമിച്ചാൽ അല്ലാഹു മുസ്തആൻ ബിമാ യസിഫൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സഹായിക്കും എന്ന് പറഞ്ഞാൽ അവന് നല്ലൊരു ഭാവിയുണ്ട്. ഒരുപക്ഷെ അവൻക്ക് തന്നതും അല്ലെങ്കിൽ പിടിച്ചു വച്ചതും ഇതിനേക്കാൾ അവൻ ഉദ്ദേശിച്ചേക്കാൾ ഹൈറായതായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രയാസം തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പയ്യെ അള്ളാഹിനെ കുറ്റം പറയുക ചെയ്യരുത്. ഒരു പൂമ്പാറ്റ, ആ പൂമ്പാറ്റ ഇങ്ങനെ ചിറകിട്ട് ഇങ്ങനെ അടിക്കുകയാണ്, നന്നായി ചിറകിട്ടടിക്കുക, കഷ്ടപ്പെടുകയാണ്. അത് കണ്ട് ഒരു കുട്ടി ആ പാറ്റയുടെ പ്രയാസം ബുദ്ധിമുട്ട് കണ്ടപ്പോൾ ആ കുട്ടി മെല്ലെ വന്ന് ആ പാറ്റയെ അതിൻ്റെ ആ ഞഞ്ഞൂഞ്ഞിൽ നിന്ന് വേർപിരുത്തുകയാണ്. ആ വേർപിരിട്ടതോടുകൂടെ ആ പൂമ്പാറ്റയ്ക്ക് പിന്നെ പറക്കാനാവുമോ? ഇല്ല. കാരണം എന്താ, അത് ജനിച്ച ഉടനെ പറക്കാനുള്ള ആ ഒരു പ്രാക്ടീസിലാണ്, അല്ലെങ്കിൽ പറക്കാനുള്ള ഒരു തുടക്കത്തിലാണ്. എന്നതുപോലെ നമുക്ക് ചിലപ്പോൾ കഷ്ടപ്പാടായി തോന്നിയേക്കാം, ചില ബുദ്ധിമുട്ടായിരിക്കാം നമ്മുടെ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കണക്കാക്കിയ ഓരോ കാര്യങ്ങളും നമുക്ക് പ്രയാസമായി തോന്നിയേക്കാം. പക്ഷേ അത് നമുക്ക് ഭാവിയിൽ വലിയൊരു വിജയത്തിൻ്റെ മുന്നൊരുക്കമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ക്ഷമ എല്ലാറ്റിനും ഒരു ആയുധമാണ്, എല്ലാറ്റിനെയും മർമ്മപ്രധാനമാണ്. അതുകൊണ്ട് ക്ഷമിച്ചാൽ ഉറപ്പാണ് വിജയം. ക്ഷമിക്കുന്നവനെ കഠിനാധ്വാനവും ഉണ്ടായാലേ അവൻ്റെ ജീവിതം മുന്നോട്ട് പോകും. അപ്പോൾ ഒരിക്കലും ആരും കരുതണ്ട ഈ ലോകം എല്ലാം കൊണ്ടും തികഞ്ഞവനാണ്, അല്ലെങ്കിൽ എല്ലാം തികഞ്ഞവനാവണം എന്ന് കുറിച്ച് കാര്യമില്ല. ഏതുപോലെയാണ് നമ്മൾ പറക്കണം എന്ന് വിചാരിക്കുന്നത് പോലെയാണ്. അപ്പം അതുകൊണ്ട് ദുനിയാവാണോ പ്രയാസം ഉണ്ടാവും, പ്രതിസന്ധി ഉണ്ടാവും, അത് ക്ഷമിക്കുക എന്നുള്ളതാണ് ഓപ്ഷൻസ്, ശരിയായ ഉത്തരം. അതുകൊണ്ട് ശരിയായ ഉത്തരം നിങ്ങൾ കണ്ടെത്തുക. അല്ലാഹു തൗഫീഖ്.